അതെ, 2-3 കാര്യങ്ങൾ 2025 വരുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കാമെന്ന് ഓർത്തു. എനിക്കും കൂടെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളോടും കൂടെ ഒന്നിച്ച് സംസാരിച്ച് നമുക്കത് സോർട്ട് ഔട്ട് ചെയ്യാലോ. പണത്തിനെ പറ്റി തന്നെയാണ്. നോക്കൂ, എല്ലാവർക്കും പണക്കാരനാകാൻ സാധിക്കും. എങ്ങനെയാന്ന് പറയട്ടെ, അതിലൊരു ചിന്ത കൊണ്ടുവന്നാൽ മതി. ദരിദ്രനായിട്ട് ജനിക്കുന്നത് ആരുടെയും കുറ്റമല്ല, അല്ലേ? പക്ഷേ ദരിദ്രനായിട്ട് മരിക്കുന്നത് അയാളുടെ തന്നെ കുറ്റമാണ്. കാരണം അയാളൊന്നും ചെയ്തിട്ടില്ല എന്നർത്ഥം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ കുറേ വാർത്തകൾ കാണുന്നുണ്ട്. റിക്ഷ വലിക്കുന്ന ആളുടെ മകൾ CA പാസ്സായി, ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുടെ മകൾ CA പാസ്സായി, അല്ലെങ്കിൽ IAS കിട്ടി, അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി കിട്ടി, നല്ല ജോലി കിട്ടി, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കാണുന്നില്ലേ? അപ്പോൾ ആ കുട്ടികൾക്ക് സംഭവിക്കുന്നത് എന്താണ്? അവർ ആ അച്ഛൻ്റെ കഷ്ടം കണ്ടിട്ട് അല്ലെങ്കിൽ അമ്മയുടെ കഷ്ടം കണ്ടിട്ട് അവർ ചിന്തിക്കുകയാണ്, നമ്മൾ ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു കിടക്കണം എന്നുള്ളത്, അല്ലേ? അതേസമയം വേറെ ചിലരാകട്ടെ ആ അച്ഛനെ അമ്മയെ നോക്കിയിട്ട് അയ്യോ നമുക്കൊന്ന് അവരെ സഹായിച്ചേക്കാം ഇപ്പം തന്നെ എന്ന് കരുതി ഇറങ്ങി പുറപ്പെടുന്നവരുണ്ട്, പഠിത്തം നിർത്തിയിട്ട്. പക്ഷെ അവരുടെ ഉള്ളിൽ ആ ജ്വാലയുണ്ടെങ്കിൽ പിന്നീട് അവർ പിന്നെയും അത് പഠിച്ച് പിന്നെയും ഒരു നിലയിലെത്തുന്നത് കാണാം. ഇതിൽ ഒരു കഥ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഒരു കള്ളുകുടിയനായ അച്ഛൻ്റെ 2 മക്കൾ, ഒരാൾ IASുമായി, ഒരാൾ വന്ന് കള്ളുകുടിയനുമായി. അപ്പോൾ രണ്ടുപേരെയും ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ മകൻ വേറെ എടുത്തിരുന്ന് പറയണം, മൂത്ത മകൻ, പിന്നെ കള്ളും കുടിച്ച് കണ്ടമാനം നടക്കുന്ന ഒരു അച്ഛനുണ്ടായ മകനല്ലേ ഞാൻ ഇതിൽ കൂടുതൽ എന്താവാനാണെന്നാണ് അയാൾ പറഞ്ഞത്. അതേസമയം IASകാരൻ്റെ അടുത്ത് പോയി ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, കള്ളു കുടിച്ച് നടക്കുന്ന ഒരു അച്ഛൻ്റെ മകനാണ് ഞാൻ, അപ്പം ഞാൻ അങ്ങനെ ആകരുത് എന്ന് വിചാരിച്ചു എന്ന്. കണ്ടോ, ആറ്റിറ്റ്യൂഡാണ്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എവിടെ ജനിച്ചു, എങ്ങനെ ജനിച്ചു എന്നുള്ളതല്ല, അതിൽ നമ്മൾ ഏതാണ് എടുക്കുന്നത്, നന്മയാണോ നമ്മൾ എടുക്കുന്നത്, തിന്മയാണോ എടുക്കുന്നത്, അതാണ് നമ്മുടെ വിജയത്തിൻ്റെ പിന്നിലുള്ള രഹസ്യം, അല്ലേ? അപ്പോൾ ഇനി ഈ പണത്തിനെ പറ്റി പറയാൻ തന്നെ ഞാൻ പറഞ്ഞത്. പണം ഉണ്ടാക്കുന്നതിനുള്ള മനഃശാസ്ത്രം നമ്മളന്ന് കണ്ടു, പണത്തിൻ്റെ മനഃശാസ്ത്രം വായിച്ചില്ലേ? അതിലും ഇനി ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് എന്താണെന്നറിയാമോ? പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പം നമുക്ക് 10,000 രൂപയെ ശമ്പളം ഉള്ളൂ എന്ന് വിചാരിക്കും. പക്ഷെ വീടുണ്ട്, അച്ഛനും അമ്മയും തന്ന വീടുണ്ട്, ഈ 10,000 ഉള്ളൂ കയ്യിൽ, എന്ത് ചെയ്യും? സാധാരണ ഒരു നിരുവനത്തിൽ ഒരു ചെറിയൊരു കമ്പനിയിൽ ജോലിയാണെന്ന് വിചാരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ആ 10,000-ൽ ജീവിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ ക്രെഡിറ്റ് കാർഡ് ഇഷ്ടം പോലെ തരും, ആ ക്രെഡിറ്റ് കാർഡ് എടുത്ത് വെച്ച് 25,000-30,000 രൂപയ്ക്കും സ്വൈപ്പ് ചെയ്ത് വെച്ചിട്ട് അടുത്ത മാസം മുതൽ 3,000 അതിലങ്ങ് അടച്ചേക്കാന്നേ, അങ്ങനെ വിചാരിക്കുന്നിടത്ത് തുടങ്ങുന്നു നമ്മുടെ പരാജയം. അല്ലെങ്കിൽ ഇഷ്ടംപോലെ ക്രെഡിറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട് പല സ്ഥലത്തു നിന്നും, ആ ക്രെഡിറ്റ്സ് എല്ലാം എടുത്ത് നമുക്ക് ജീവിക്കാം എന്ന് പറയുന്നിടത്ത് തുടങ്ങുന്നു നമ്മുടെ ഫിനാൻഷ്യൽ പരാജയം, അല്ലേ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഈ ക്രെഡിറ്റ് കാർഡൊന്നും ഇല്ലാതിരുന്ന സമയങ്ങളിലാണ് നമ്മുടെ അച്ഛനമ്മമാർ ജീവിച്ചിരുന്നത്, അല്ലേ? അവർ ഉണ്ടാക്കിയ വെൽത്തിൻ്റെ പകുതി ഇന്നത്തെ തലമുറയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. കാരണം ഇതാണ്, ഇവർ ജീവിക്കുന്നത് ഫ്യൂച്ചർ വെൽത്തും കൂടെ ഇന്ന് തന്നെ ചിലവാക്കിയിട്ടാണ്. അതായത് 10 മാസം കൊണ്ടുണ്ടാകുന്ന 1,00,000 രൂപ ചിലപ്പോൾ ഇന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ പോയി സ്വൈപ്പ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൂട്ടുക. ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞു, ആവശ്യമില്ലാത്തത് വീട്ടിലേക്ക് വാങ്ങിച്ചു കൂട്ടിയാൽ ആവശ്യമുള്ളതിന് വിൽക്കേണ്ടി വരും എന്ന്. അതായത് ഇപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങളുടെ ആവശ്യത്തിനുള്ളൊരു താലിമാല നിങ്ങൾ ഇട്ടിട്ടുണ്ടെന്ന് വിചാരിക്കട്ടെ. ഞാനൊരു ലോക്കൽ ഇതായിട്ട് പറഞ്ഞു കേട്ടോ, സാധാരണക്കാരുടെ വേർഡ്സിലേക്ക് വരുന്നതാണ്. അപ്പോൾ ആ 5 പവൻ്റെ മാലയ്ക്ക് ഇന്ന് ഒരു 2,50,000 രൂപ വേണം. അപ്പോൾ വിചാരിക്കും അതൊന്നും ഇപ്പോൾ വാങ്ങിക്കേണ്ട, 2,50,000 രൂപ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാല ഇല്ല, നിങ്ങൾ വെറുതെ നടക്കുകയാണെങ്കിൽ നിങ്ങൾ ആ 5 ലക്ഷം സ്വർണത്തിൻ്റെ കാര്യം പറഞ്ഞേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ പറയരുത് ചേച്ചി മ്യൂച്വൽ ഫണ്ട്സ് ആണ് വെരി ഗുഡ്, സ്വർണ്ണം അല്ലെന്നൊക്കെ പറഞ്ഞൊന്നും വന്നേക്കരുത്. ഇത് ഞാനൊരു ഉദാഹരണം കൊണ്ടുവരുന്നതാണ്, ഒരു തോട്ട് പ്രോസസ്സ് അല്ലേ, അതുകൊണ്ട് പറയണേ. ഈ 2,50,000 രൂപ നമ്മൾ ഗോൾഡാണ് വാങ്ങിച്ചു വെക്കുന്നതെങ്കിൽ നമുക്കത് നാളത്തേക്ക് കുറേ വർഷങ്ങൾക്ക് ശേഷം എനിക്കൊരു 10-75 വയസ്സൊക്കെ ആകുമ്പോൾ എനിക്ക് 5 പവനൊന്നും തൂക്കിയിട്ടുണ്ട് നടക്കേണ്ട ആവശ്യമില്ലെങ്കിൽ അന്നത്തെ വില ആലോചിച്ച് നോക്കൂ. അപ്പോൾ വിറ്റിട്ട് നമുക്ക് കാര്യങ്ങൾ സാധിക്കാം. അതായത് ആവശ്യമുള്ള സാധനം അല്ലല്ലോ അപ്പോൾ അത്. പറഞ്ഞു വരുന്ന പോയിന്റ് മനസ്സിലായോ? ഇൻവെസ്റ്റ് ഇൻ സംതിങ് വിച്ച് വിൽ ഗ്രോ, അത് തന്നെ, അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്കറിയാവുന്ന, നമ്മളെ പോലെയുള്ള സാധാരണ ജനങ്ങൾക്ക് വലിയ വലിയ പാണ്ഡിത്യം ഫിനാൻസിലൊന്നും ഇല്ലാത്തവർക്ക് ഇങ്ങനെയൊക്കെയല്ലേ ചെയ്യാം. ചെറുതായിട്ടൊരു സ്ഥലം വാങ്ങിച്ചിടും. ഇപ്പോൾ 2,50,000 രൂപയുള്ളെങ്കിൽ സ്ഥലം വാങ്ങിക്കാനായിട്ടുള്ള പൈസ ഉണ്ടാവില്ല, അല്ലേ ആൾക്കാരുടെ കയ്യിൽ?
അപ്പോൾ അവരെന്താ ചെയ്യുക, അവർ ഗോൾഡ് വാങ്ങിച്ചു വയ്ക്കുക, അതിൽ തെറ്റൊന്നുമില്ല. ആ ഗോൾഡ് അത് അപ്രിഷ്യേറ്റ് തന്നെയാകും. അത് കഴുത്തിലിട്ടുകൊണ്ട് നടക്കണം എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് പണ്ട് ആളുകളില്ലേ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കയ്യിൽ തന്നെ ഇരുന്നോട്ടെ, ആരും വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജോലിക്കൊക്കെ പോയിട്ട് വരുമ്പോൾ കുത്തി തുറന്ന് എടുത്തിട്ട് പോയാലോ എന്നൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞു വരുന്നത്. അപ്പോൾ അങ്ങനെ കരുതിയിരുന്നത്. ഇന്ന് നമുക്ക് ലോക്കർ സിസ്റ്റത്തിലൊക്കെ കൊണ്ടുപോയി വെക്കാമല്ലോ. പക്ഷെ പല ആളുകളും പറയുന്നുണ്ട് ലോക്കറിന് അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ഇത് വെക്കേണ്ട കാര്യമുണ്ടോ ചേച്ചി, അതിനെന്താ കുഴപ്പം? എന്നാൽ ഞാൻ വേറൊരു കാര്യം കൂടെ പറയട്ടെ. ലോക്കറിൽ ഇപ്പം വെക്കാനായിട്ട് മടിയാണ്, അത് അവിടെയും സുരക്ഷിതത്വം ഇല്ല എന്നാണ് പറയുന്നതെങ്കിൽ പണയം വെച്ച് കഴിഞ്ഞാൽ 2.5 ലക്ഷം രൂപയുടെ സാധനം ഒരു 25,000 പേരിന് പണയം വയ്ക്കുക. അത് എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ ആ പൈസ എടുത്ത് നിങ്ങൾ ചിലവാക്കി കളയരുത് കേട്ടോ, എവിടെയെങ്കിലും ഫിക്സഡ് ഇട്ടേക്കണം. ഇത് അവിടെ സേഫായിട്ട് ഇരുന്നോളും. ബാങ്കുകാർ കേട്ടപ്പോൾ എന്നെ ചീത്ത പറയുമായിരിക്കും, നിങ്ങൾ എന്ത് പണിയാണ് പറഞ്ഞു കൊടുക്കുന്നതെന്ന്. പക്ഷെ അവർക്കും നല്ലതല്ലേ, അവർക്കും ഒരു ഡബിൾ ആയിട്ടുള്ള സാധനമല്ലേ അവിടെ ഇരിക്കുന്നത്. അങ്ങനെ അവർ അനുവദിക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ, ചോദിച്ചു നോക്കണം. അങ്ങനെ ഒരു ആൾ പറയുണ്ടായി, ഒരു ഫിനാൻസ് വിദഗ്ധൻ, ഒരു ഹിന്ദി ചാനൽ നടത്തുന്ന ഒരാൾ പറയുണ്ടായി. പക്ഷെ അങ്ങേര് പറയുന്നതെല്ലാം നല്ല രസമുണ്ട് കേൾക്കാനും, പ്രാക്ടിക്കൽ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം ഞാൻ ഫോളോ ചെയ്യാറുണ്ട്, അതിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി പറയാം, നമ്മളിവിടെ ഡിസ്കഷൻ എന്നാണല്ലോ ഞാൻ പറഞ്ഞത്. അതൊരു കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, എല്ലാവർക്കും ദേഷ്യമൊന്നും വരരുത് കേട്ടോ. ചേച്ചി ഭയങ്കര എന്താ പറയുക പൊങ്ങച്ചെടിയാണെന്ന് അങ്ങനെയൊന്നും വിചാരിക്കല്ലേ. നിങ്ങളുടെ വീട്ടിൽ ഈ കരിക്കല തുണി ഉണ്ടോ, കരിക്കലം തുണി എന്ന് പറയുന്ന സാധനം, അത് ഈ വർഷം മുതൽ അങ്ങ് നിർത്തിക്കോളും. അത് യൂസ് ചെയ്യണ്ട. അതായത് പഴയ ഡ്രസ്സുകളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് കരിക്കല തുണി എന്ന് പറയില്ലേ, അത് നല്ലതല്ല. കാരണം അത് നമ്മൾ ഒരെണ്ണം തന്നെ ഇങ്ങനെ പിടിച്ച് ഇറക്കുകയാണ്. ഏത് കരിക്കലങ്ങൾ ആ ഭാഗത്തേക്കല്ല കേട്ടോ ഞാൻ വരുന്നത്. നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്ത് കരിക്കലം അധികം ഉപയോഗിക്കുന്നവരില്ല. കരിക്കലം ഉപയോഗിക്കുന്നവർ ആ എന്താ പറയുക ഔട്ട് ഹൗസിലൊക്കെ അത് ഉപയോഗിച്ചോളൂ. പഴയ നൈറ്റിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്ത് പീസാക്കി ഉപയോഗിച്ചോളൂ. അതിനെപ്പറ്റിയല്ല പറയുന്നത്. വീടിനകത്ത് ഫ്ലാറ്റുകളിലും ഒക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് വളരെ ചെറിയ സ്പേസിൽ ഇങ്ങനത്തെ ഈ പഴയ തുണികൾ കീറിയിട്ട് അത് ഉപയോഗിക്കാതിരിക്കുക. അതിനെ എന്തെന്ന് പറയാം, ആ പഴയ തുണിയെടുത്ത് തുടയ്ക്കാൻ, അങ്ങനെയല്ല വേണ്ടത്. തുടയ്ക്കാൻ വേണ്ടിയിട്ടായിട്ട് ഒരു സെറ്റ് ഓഫ് ക്ലോത്ത്സ് വാങ്ങിച്ചു വയ്ക്കുക. നിങ്ങൾ വളരെ ചെറിയ പൈസയ്ക്ക് കിട്ടും. ഈ ചെറിയ ടർക്കി ടവൽ പോലെയൊക്കെ. പാചകം തുടയ്ക്കാൻ ഒരെണ്ണം, പിന്നെ തറ തുടയ്ക്കാനും വേറൊരെണ്ണം, അങ്ങനെ അങ്ങ് വാങ്ങിക്കുക. അത് കുറേ ഇങ്ങനെ അഴുക്കാക്കി ഉപയോഗിക്കാതിരിക്കുക. എന്തിനാണെന്നറിയോ, ഈ പോകുന്ന പോക്കിന്, ഈ 2024 പോകുന്ന പോക്കിന് ഞാൻ പറയുന്നതാണ്, ഇൻവൈറ്റ് ഗുഡ് എനർജി. കുറച്ച് ബക്കറ്റിൽ ഉപ്പിട്ടിട്ട് ആ വെള്ളത്തിൽ മുക്കിയിട്ട് തുടയ്ക്കുക തറ. ഈ വർഷം അവസാനമാകുമ്പോഴേക്കും 3-4 ദിവസം ഉണ്ടല്ലോ, അപ്പം ക്ലീൻ ആകുമെന്നാണ്. ഇതൊക്കെ ചെറിയ എന്താ അതിനകത്ത് സയൻസും കാണും കേട്ടോ. പലയിടത്തു നിന്നായിട്ട് ഞാൻ ഗ്യാദർ ചെയ്ത കാര്യങ്ങൾ ഞാൻ പറയുന്നതാണേ. സോ എൻ്റെ അടുത്ത് വഴക്കിന് വരരുത് കേട്ടോ, ഉപദേശിക്കാൻ വരണോ ഞങ്ങൾ ഇതൊക്കെ ചെയ്യേണ്ടതെന്ന്. എനിക്കറിയാം എല്ലാവരും ചെയ്യുന്നുണ്ടാവും, പക്ഷെ ചെയ്യാത്തവർ കേൾക്കുമ്പോൾ അവർക്ക് നല്ലതല്ലേ. സോ ആ ഒരു മോഡൽ അങ്ങ് പിന്തുടരുക ഈ വർഷം മുതൽ. അപ്പോൾ ഈ പഴയ തുണികൾ അഴുക്കാക്കി അവിടെ തൂക്കിയിട്ടിരിക്കുന്നില്ല, അതിനെയൊക്കെ എടുത്ത് അങ്ങ് കത്തിച്ച് കളഞ്ഞേര്. അതെല്ലാം കൊണ്ട് ഫ്ലാറ്റുകളിലുള്ളവരാണെങ്കിൽ കെട്ടി കളഞ്ഞേര്. എന്നിട്ട് ഇന്ന് തന്നെ പോയിട്ട് ഈ ചീപ്പായിട്ടുള്ള ക്ലോത്ത്സ് കിട്ടും, തുടയ്ക്കാനുള്ള ക്ലോത്ത്സ് ആയിട്ട് വിൽക്കുന്നില്ലേ, അതും ഒരു ഇൻഡസ്ട്രി അല്ലേ, അവരും സർവൈവ് ചെയ്യട്ടെ. തിരുപ്പൂരിൽ നിന്നൊക്കെ വരുന്ന ക്ലോത്ത്സ് അല്ലേ അതൊക്കെ, ഇഷ്ടംപോലെ ലുലുവിലൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എല്ലാ സ്ഥലത്തും കിട്ടുന്നുണ്ടാവും റോഡ് സൈഡിൽ വിൽക്കുന്നവർക്കോ. അപ്പോൾ അവർക്കും ഒരു വരുമാനമാവുമല്ലോ. അത് ഒരു കാര്യം കേട്ടോ. അപ്പോൾ അത് ചെയ്യണേ. മൂന്നാമത്തെ ഒരു കാര്യം, ചീര വെക്കുന്നവരോടും, ഇതൊരു പ്രാവശ്യത്തിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ 2024 പോകുന്ന സമയത്തുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞതിൽ ഒന്ന് ഇതും കൂടെ ഉൾപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. ചീര വെക്കുന്ന ആളുകളില്ലേ, അല്ലെങ്കിൽ ചെറിയ സബ്ജിന്ന് തന്നെ വെച്ചോ, വെജിറ്റബിൾസ് തള്ളിക്കൊണ്ടുവന്ന് വിൽക്കുന്ന ആളുകളില്ലേ, അവരോട് കണക്ക് പറയാതിരിക്കുക. 1 കിലോ പൊട്ടറ്റോ എത്രയാ? 50 രൂപയോ? 40-ന് താഴോ, ഞാൻ 2 കിലോ എടുക്കാം. ചെയ്യരുത്. പറയുന്ന ആ വില കൊടുത്തിട്ട് വരണം. അവരുടെ ജീവിതം, അവർക്ക് ഒരുപാട് പണം നീക്കിയിരിപ്പുള്ളവരാണെങ്കിൽ അവർ തള്ളിക്കൊണ്ട് വരുമോ നമ്മുടെ വീടിൻ്റെ വാതിക്കലേക്ക്? അങ്ങനെ ചിന്തിക്കുക. അപ്പം നമ്മളുടെ കയ്യിൽ നിന്ന് എക്സ്ട്രാ കുറച്ച് എടുക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ കുടുംബത്തിലേക്ക് അതിനുള്ളതേ കാണുകയുള്ളായിരിക്കും അല്ലേ. കാരണം അത് അത്രയും ചെറിയ ജോലിയല്ലേ അവർ ചെയ്യുന്നത്. അങ്ങനെ ചെറിയ ജോലികൾ ചെയ്യുന്നവരോട് ഒരിക്കലും നമ്മൾ ബേരം പേശുക എന്ന് പറയും തമിഴിൽ, അത് ചെയ്യാതിരിക്കുക. ഇത് ഈ 2024 പോകുന്നതിൻ്റെ ഭാഗമായിട്ട് പറയണതാണ് കേട്ടോ.
ഞങ്ങളിതൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് എന്ന് എനിക്കറിയാം, നിങ്ങൾ ഇത് ചെയ്യുന്ന ആൾക്കാരാണെന്ന് എനിക്കറിയാം. കാരണം അങ്ങനെയുള്ളവർ മാത്രമാണ് എൻ്റെ വീഡിയോ കാണുള്ളൂ എന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്തിട്ട് പോകും അല്ലേ, അല്ലെങ്കിൽ വെറുതെ കളിയാക്കാൻ വന്നിരിക്കുന്ന നല്ല പുരുഷന്മാർ കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടോ. കുറേ പേര് പറഞ്ഞു ഞങ്ങൾ കുറേ മഹിളാമണികൾ മാത്രമല്ല കാണുന്നതെന്ന്. താങ്ക് യു ഫോർ വിസിറ്റിംഗ് മൈ ചാനൽ. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു സ്ത്രീ ഇരുന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ മിക്കവാറും പുരുഷന്മാർക്ക് വന്നിട്ടുണ്ട് വീരവാദം എന്ന് പറഞ്ഞു. കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്നൊക്കെ ഉള്ള കസിൻസ് കുറച്ച് പേരുണ്ട്. അവർ കേൾക്കുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. അവർ മിക്കവാറും തന്നെ എൻ്റെ ചാനൽ കാണാറില്ലെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം വളരെ മൂത്ത ചേട്ടന്മാരാണ്. ഇപ്പോൾ എനിക്ക് 50 വയസ്സെന്ന് പറഞ്ഞാൽ അവരൊക്കെ ഒരുമാതിരി 60+ ഒക്കെ ആയ ആൾക്കാരൊക്കെ ഉണ്ട് കുറേ പേര്. സോ ദേ ജസ്റ്റ് ഡോണ്ട് ലിസൺ ടു അതേഴ്സ്. ആ ഒരു സ്വഭാവം ആരെങ്കിലും ഇവിടെ കേൾക്കുന്നവരുണ്ടെങ്കിൽ മാറ്റുക. സ്ത്രീകൾക്ക് അങ്ങനെയില്ല കേട്ടോ. സ്ത്രീകൾ ദേ ജസ്റ്റ് ലിസൺ. ശരിയാണ് കേട്ടോ അവർ പറയുന്നത്. ഞാനും കൂടെ വളരുകയാണ്, ഞാനും വായിക്കുന്നു, ഞാനും മനസ്സിലാക്കുന്നു. അതിൽ വഴി എനിക്ക് ഇന്നൊരു ടോപ്പിക്ക് കിട്ടിയത് ഇവിടെ പറയണം, അങ്ങനെയാണ്. ഇന്നലെ ഞാൻ ക്രിസ്മസ് ആയതുകൊണ്ട് എല്ലാവർക്കും ലീവ് കൊടുത്തേക്കായിരുന്നു. എൻ്റെ ക്രിസ്മസിൻ്റെ കേക്കിൻ്റെ സ്റ്റോറി എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ടില്ല. സോ ഞാൻ ലീവ് ഇട്ടേക്കായിരുന്നു. എന്താണ് ഞാനിപ്പോൾ ഇതിടാമെന്ന് വിചാരിച്ചത്. ബിക്കോസ് ഐ തോട്ട് ഇനി 7 സുന്ദര രാവുകളും കൂടിയേ ഉള്ളൂ. 7ാമത്തെ സുന്ദരരാവ് ഇന്ന് മുതൽ തുടങ്ങുന്നു. അത് 1-ാം തീയതി ആകും. 2025 ജനുവരി 1 ആകും 7ാമത്തെ സുന്ദരരാവിൽ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് 6 ദിവസം ലെറ്റ് മീ ടോക്ക് അബൌട്ട് 2024 നമ്മൾ കളയേണ്ട കാര്യങ്ങൾ. അപ്പോൾ 1 ക്രെഡിറ്റ് കാർഡ്, 2 വന്നിട്ട് പഴയ തുണി എന്ന് പറയുന്ന സാധനങ്ങൾ. പഴയ തുണി എന്ന് ഞാൻ ഉദ്ദേശിച്ച സാധനം ഞാൻ പറഞ്ഞല്ലോ, അതാണ് കേട്ടോ. ഞാൻ സ്പെസിഫിക്കലി ഞാൻ ഉദ്ദേശിച്ചത് അതാണ്. പിന്നെ പറഞ്ഞത് ഈ ബേരം പേശുന്ന, അല്ലെങ്കിൽ എന്താണ് അതിന് പറയുക, മൈ ഗോഡ്, ബാർഗെയിനിങ്ങിന് എന്താ പറയുക മലയാളത്തിൽ? ചില സമയത്ത് ഇങ്ങനെ തലയുടെ മുകളിൽ കൂടി പോകും കേട്ടോ. ബാർഗെയിനിങ് നിർത്തുക. എസ്പെഷ്യലി ഇങ്ങനെ ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളുടെ അടുത്ത് ബാർഗെയിൻ ചെയ്ത് എനിക്കിത് കിട്ടി, എനിക്ക് ഇത്ര പൈസ കിട്ടി, ഞാനിത് ലാഭിച്ചു എന്ന് പറയാതിരിക്കുക. പിന്നെ നിങ്ങളുടെ ബുക്ക് ഷെൽഫ് ഒന്ന് നോക്കുക. എല്ലാ ബുക്സും ഒന്നെടുത്ത് തട്ടിക്കൊടഞ്ഞ് വെക്കുക. വായിക്കാത്തത് ഉണ്ടെങ്കിൽ, വായിച്ചതാണെങ്കിൽ അങ്ങനെ തട്ടിക്കൊടഞ്ഞ് എടുത്ത് വെക്കുക. വായിക്കാത്തതുണ്ടെങ്കിൽ അത് ഒരു ഡയറിയിൽ എഴുതി വെച്ചിട്ട് ഇത്ര ദിവസത്തിനകം ഞാൻ വായിക്കും എന്ന് പ്രതിജ്ഞ എടുക്കുക. കാരണം ഒരു ദിവസം 10 പേജെങ്കിലും വായിക്കുമെന്ന് വിചാരിക്കുക. നല്ല വായനയായിരിക്കണം കേട്ടോ. ഈ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോണർ തന്നെ. അധികവും കുറ്റാന്വേഷണ കഥകളും അങ്ങനെയുള്ള പൾപ്പ് ഫിക്ഷനും അങ്ങനത്തെ ഒന്നും വായിക്കാതിരിക്കുക. എന്തിനാണെന്നറിയോ? നമ്മുടെ മനസ്സിലേക്ക് അത് അറിഞ്ഞോ അറിയാതെയോ ബ്രെയിനിൽ ആ ഇടം അവരെ ഓക്യുപ്പൈ ചെയ്യും. അത് വേണ്ടല്ലോ. എന്തിന്? അതിൻ്റെ ആവശ്യമില്ല നമുക്കിപ്പോൾ, അല്ലേ? ലെറ്റ് us ബി വെരി 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 പോസിറ്റീവ്. നമ്മൾ തുടങ്ങുമ്പം 2025 തുടങ്ങുമ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് എല്ലാം ഒരു ദിവസമല്ലേ ചേച്ചി എന്ന് എല്ലാവരും ചോദിക്കും. എല്ലാം നല്ല ദിവസങ്ങളായിരിക്കണം, കറക്റ്റ്. പക്ഷെ നമുക്ക് എല്ലാവരും കാലങ്ങളായിട്ട് റീതിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ് ഈ ഡിസംബർ മാസമൊക്കെ ആകുമ്പോൾ. ഈ വർഷം ഞാൻ എന്തൊക്കെയാണ് ചെയ്തത്, എൻ്റെ ഈ വർഷം എനിക്ക് നല്ല ഒരു പോസിറ്റീവായിട്ട് എനിക്ക് ചെയ്യാൻ സാധിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതി വെക്കും എൻ്റെ പോയ വർഷത്തെ ചിന്തകൾ. അതേപോലെ നിങ്ങളും എഴുതി വെക്കൂ. നിങ്ങൾക്ക് പറ്റാത്ത ചിന്തകളുണ്ടായിരുന്നെങ്കിൽ അതിന് റെഡ് കൊണ്ട് ഇങ്ങനെ വരച്ച് ഇടും, ഇങ്ങനെ വെട്ടിക്കളാം. അപ്പോൾ മനസ്സിൽ നിന്നും അത് പോകും. ഇതൊക്കെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എൻ്റെ സുഹൃത്തുക്കളായ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു എന്ന് മാത്രം കേട്ടോ. എല്ലാവരും ചെയർഫുള്ളായിരിക്കണം. പങ്കുവയ്ക്കുന്നത് വഴി എനിക്കും ഒരു സന്തോഷമാണ് എപ്പോഴും. ഞാൻ പറയുന്നത് കേൾക്കാൻ ഒരു 10 പേരുണ്ടല്ലോ, അവർ കേട്ട് കഴിയുമ്പോൾ അവർക്കൊരു സന്തോഷം കിട്ടുമല്ലോ. അവരും അതങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യുന്നവരുണ്ടാകാം, ചെയ്യുന്നവരില്ലെങ്കിൽ ചെയ്യുക കേട്ടോ. അപ്പോൾ നാളെ വേറെ ഒരു 2024 കളയേണ്ട ലിസ്റ്റോ അല്ലെങ്കിൽ 2025 ചെയ്യേണ്ട ലിസ്റ്റോ നാളെ രാവിലെ ഞാൻ ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ചിന്തിച്ചിട്ട് പുത്തനൊരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. വളരെ നന്ദി, വളരെ നന്ദി. ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഇനി സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരോട് നന്ദി പറയുന്നു. പ്ലീസ് എന്നെ കേൾക്കുക. കുറച്ചെങ്കിലും നേരം എന്നോടൊപ്പം ഇരുന്ന് എൻ്റെ സംവാദം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്ന് എനിക്കറിയാം. ഒന്ന് ഇഷ്ടമാവുന്നുണ്ട് ചേച്ചി എന്നൊന്ന് പറയൂ പ്ലീസ്. ഐ ഓൾസോ നീഡ് എ പാറ്റ്. ഓക്കെ ദെൻ, ചിയേഴ്സ്.